കച്ചവടം. ഓണത്തിന്റെ ചരിത്രം ഫിംഗർ ഡാൻസിന്റെ രൂപത്തിൽ കടൽ കടക്കുന്നു. ഫിംഗർ ഡാൻസിൽ ഇന്ത്യയിലെ ആദ്യ നർത്തകനായ കൊച്ചിക്കാരൻ ഇംതിയാസാണ് ഓണപ്പെരുമ വിദേശത്ത് എത്തിക്കുന്നത്. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിന്റെ പുരാണങ്ങളിലൂടെയാണ് ഈ നൃത്തം ആവിഷ്കരിക്കപ്പെടുന്നത്. വിരലിന്റെ ചടുലതാളങ്ങളും അസാമാന്യ വഴക്കവും ഈ നൃത്തരൂപത്തെ കൂടുതൽ മികവുറ്റതാക്കിയിരിക്കുന്നു. സന്ദർഭത്തിനിണങ്ങുന്ന സംഗീതം പിന്നണിയിൽ നൽകിയിരിക്കുന്നതുകൊണ്ട് മലയാളിത്തം കലാരൂപത്തിൽ ഇഴചേർന്ന് നിൽക്കുന്നു. വിദേശത്ത് അറിയപ്പെടുന്ന നർത്തകൻ ഇംതിയാസ് സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കേരളീയ ശില്പം വിദേശത്ത് സ്വീകരിക്കപ്പെടുന്നു തന്നെയാണ് ഇംതിയാസിന്റെ വിശ്വാസം. വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ മക്കളില്ല, അവരുടെ പ്രായമാകുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോവുക, അവരെ നോക്കാതാവുക. അപ്പോൾ നമ്മുടെ മനസ്സലിയുന്ന പല കാഴ്ചകളും നമ്മൾ ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണാറുണ്ട്. ഇതിനെതിരെ ഒരു സന്ദേശം നൽകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് നമ്മളിത് ചെയ്തത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇംതിയാസ് അവതരിപ്പിച്ച ദേശഭക്തി ആധാരമാക്കിയ ഫിംഗർ ഡാൻസ് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഇംതിയാസിന്റെ ശിഷ്യന്മാരടങ്ങുന്ന സംഘമാണ് നൃത്തം അവതരിപ്പിക്കുന്നത്. ഫിംഗർ ഡാൻസിൽ ഇന്ത്യയിലുള്ള ആദ്യ നർത്തകം എന്ന പേര് അന്വേഷണമാക്കാനും ഈ ശാഖയിൽ കേരളത്തിന്റെ സ്ഥാനം ഉയർത്തിക്കാട്ടാനുമാണ് താൻ ശ്രമിക്കുന്നതെന്ന് ഇംതിയാസ് പറഞ്ഞു. ഓണത്തിന്റെ എല്ലാ നന്മകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഇത്തരം കലാരൂപങ്ങൾ പുതിയ തലമുറയെ തിരുത്തുക തന്നെ ചെയ്യും. ക്യാമറാമാൻ സതീഷിനൊപ്പം പ്രമോദ് ബാബു, സൂര്യാനി, കൊച്ചി.